മോളെ, അമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. ആര് പറഞ്ഞു മോള് തെറ്റ് ചെയ്തെന്ന്? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ദേ, തെറ്റ് ചെയ്യാത്ത നിന്റെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീരൊന്നും വരാൻ പാടില്ല. അതിനമ്മ സമ്മതിക്കേയില്ല. ഹരിത എന്റെ മോളും വന്ദന എന്റെ മരുമോളുമായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടേയില്ല. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെ തന്നെയാ. അമ്മേ, ഹരിതയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കാൻ നോക്കോ? അത് എന്റെ മനോജിന്റെ കുഞ്ഞല്ലേ. ഞാൻ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വിഷം കലർത്തി മരുന്ന് കൊടുത്തത്രേ. മോളെ, മോൾ ഇനി അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയരുത്. അവളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഹരിത ഈ അവസ്ഥയിലായിരിക്കുമ്പോ അവളുടെ കാര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നോക്കാൻ അമ്മ അടുത്തില്ലല്ലോ എന്ന് കരുതി ഏട്ടത്തിയമ്മയായ ഞാൻ അമ്മയുടെ സ്ഥാനം ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്തതാണോ ഞാൻ ചെയ്ത തെറ്റ്? അമ്മയ്ക്കതറിയാം. മോൾ ഇവിടെ ഉള്ളത് തന്നെ അമ്മയ്ക്കൊരു സമാധാനം. അമ്മേ, ഹരിതയോ എന്റെ അനുജൻ മനോജോ എന്നെ തെറ്റിദ്ധരിച്ചോട്ടെ, എനിക്കൊന്നുമില്ല. പക്ഷെ അമ്മ എന്നെ തെറ്റിദ്ധരിച്ച എനിക്കത് സഹിക്കാനാവില്ല. ഹരിത ഈ അടുത്ത ദിവസം വിളിച്ചപ്പോഴും വന്ദനേച്ചി അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നാ എന്നോട് പറഞ്ഞത്. ഇതിനിടയിൽ ആരോ കളിക്കുന്നുണ്ട്. മോള് ഹരിതയോട് വാശിയും വൈരാഗ്യം ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. എനിക്കതിനൊന്നും പറ്റില്ല അമ്മേ. എനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ഒരു അപ്പച്ചിയല്ലേ ഹരിത. മോളെ, ഞാൻ ഈ കേട്ടത് ശരിയാണോ? മോളെന്റെ ജഗന്റെ കുഞ്ഞിനെ? അതെ അമ്മേ. സന്തോഷമായി എനിക്ക്. ചന്ദ്രികാമേ, ഹരിത എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഞങ്ങളോട് വിഷമൊന്നും തോന്നരുത്. അവൾ അപ്പോഴത്തെ ദേഷ്യത്തില് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായിരിക്കും. കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവളത് എത്രമാത്രം ഉൾക്കൊണ്ടുന്നൊന്നും എനിക്കറിയില്ല. അവളുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകള് ചന്ദ്രികാമ്മ ക്ഷമിക്കണം. എന്താ ഇത്? അങ്ങനെ ക്ഷമ ചോദിക്കേണ്ട കുറ്റമൊന്നും ഹരിത ചെയ്തിട്ടില്ല. സങ്കടത്തിൽ ഹരിത എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് ഹരിതയെ സ്വന്തം മകളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞങ്ങളും ഹരിതയെ അങ്ങനെ തന്നെ അമ്മയെ കാണുന്നത്. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായോ? ഹരിത ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പിന്നെ അവൾക്ക് ദേഷ്യം വന്നാൽ മുന്നിൽ നിൽക്കുന്ന ആരാണെന്നൊരു നോട്ടമൊന്നുമില്ല. ആരെയും എന്തും വിളിച്ചു പറയും. ആ സ്വഭാവമാണ് മാറ്റേണ്ടത്. ജഗ, എന്താ ഇത്?